പരകാല പ്രഭാകർ ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാറാമന്റെ ഭർത്താവുമാണ്. അദ്ദേഹം ഇക്കഴിഞ്ഞ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എക്സിൽ പങ്കുവച്ച അദ്ദേഹത്തിന്റെ പോസ്റ്റിലാണ് വളരെ ഗുരുതരമായ ഈ ആരോപണങ്ങളുള്ളത്. അടിസ്ഥാനപരമായ കണക്കുകളും ഡേറ്റകളും വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ അറിയിപ്പ് പ്രകാരം മൊത്തം വോട്ടർമാർ 7,45,26,858 പോളിംഗ് ശതമാനം 66.99. എങ്കിൽ അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ പോൾ ചെയ്യേണ്ടത് 5,29,809 വോട്ടുകൾ മാത്രമാണ്. എന്നാൽ ബീഹാറിലെ മൊത്തം നിയമസഭാ മണ്ഡലങ്ങളിൽ 243 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവയിലെ വോട്ടുകൾ, പോൾ ചെയ്ത വോട്ടുകൾ ലഭ്യമാണ്. ഓരോ മണ്ഡലം തിരിച്ച് എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 5,02,07,553 വോട്ടുകൾ കിട്ടിയതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നു. ആ കണക്കുകൾ പ്രകാരം എന്ന് വെച്ചാൽ 1,77,673 വോട്ടുകൾ കൂടുതൽ കിട്ടിയിരിക്കുന്നു. ഇത് ഗവൺമെന്റ് പുറത്തുവിട്ട ശതമാന കണക്കുമായി മൊത്തം വോട്ടർമാരുടെ എണ്ണവുമായി ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ 1,77,000 ഈ അധിക വോട്ടുകൾ എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ആരാണ് ഈ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? തീർച്ചയായും സംശയം ഉണർത്തുന്നതാണ് ഈ അവകാശവാദം. മാത്രമല്ല, വേറെയും ചില വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. SIR നിലവിൽ വന്നതിന് ശേഷം സെപ്റ്റംബർ 30 ഗവൺമെന്റ് പറഞ്ഞത് 7,42,00,000 വോട്ടർമാർ ഉണ്ട് എന്നാണ്. പക്ഷേ ഒക്ടോബർ 6 സർവീസ് വോട്ടർമാരെ കൂടി അത് കൂട്ടിച്ചേർത്ത് മൊത്തം വോട്ടർമാർ 7,43,55,976 ആണ് എന്ന് പറയുന്നു. പിന്നീട് നവംബർ 11 വീണ്ടും തിരിച്ചു 7,45,26,858 ആണ് എന്ന് പറഞ്ഞു. അവ കുറഞ്ഞത് 3 തവണയെങ്കിലും വോട്ട്, മൊത്തം വോട്ടർമാരുടെ എണ്ണം ഗവൺമെന്റ് തിരിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വളരെ ലളിതമായ സംവിധാനങ്ങളുള്ള, കമ്പ്യൂട്ടറുള്ള, മറ്റു സംവിധാനങ്ങളെല്ലാം ഉള്ള, ഡേറ്റ സൂക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. പഴയതുപോലെയല്ല. ഇത്രയൊക്കെ സംവിധാനം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് 3 തവണ വോട്ടർമാരുടെ എണ്ണം തിരുത്തി പറയേണ്ടി വന്നത്? ഇതും ഗുരുതരമായ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മൊത്തം വിഷയങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് വ്യാപകമായ, ബോധപൂർവമായ ചില കൃത്രിമങ്ങൾ കഴിഞ്ഞ ഇലക്ഷന് നടന്നിട്ടുണ്ട് എന്നാണ്. 1. പോൾ ചെയ്ത വോട്ടുകളുടെ കൃത്യമായ എണ്ണം മേഖലാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? 2. പോളിംഗ് ശതമാനം നൽകാൻ കഴിയുന്ന കമ്മീഷന് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വെളിപ്പെടുത്താൻ എന്താണ് തടസ്സം? 3. തുടക്കത്തിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ ഏകദേശം 7.42 കോടി വോട്ടർമാർ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? വ്യക്തമായ കണക്കുകൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് ഏകദേശം എന്ന പദം ഉപയോഗിച്ചു? 4. വോട്ടർമാരുടെ എണ്ണം പലതവണ തിരുത്തി പറയാൻ എന്തുകൊണ്ട് പ്രതിഷേധം ഉയരുന്നതുവരെ കാത്തിരുന്നു? അതാത് സമയങ്ങളിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? 5. താൻ നിയമത്തിന് അതീതനാണെന്ന അഹങ്കാരം കമ്മീഷനുണ്ടോ?